ഹലോ ഗൈസ്, എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഇപ്പോൾ മലേഷ്യ കൊലാലംപൂർ എയർപോർട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത എയർപോർട്ടാണ്. ഇതാ നിങ്ങൾ തന്നെ നോക്ക്. നമ്മൾ എസ്കലേറ്റർ ഒക്കെ കയറി മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ ഇതൊരു എയർപോർട്ട് തന്നെ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്കുണ്ടാകുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു മുകളിൽ വരുന്ന ഒരു ഫീലാണ് നമുക്ക് ഈ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ കിട്ടുന്നത്. ഒത്തിരി ഷോപ്സ് ഒക്കെ ഈ എയർപോർട്ടിൻ്റെ അകത്തുണ്ട്. ഗൈസ്, ഞങ്ങളെ എയർപോർട്ടിൽ നിന്നും ഹോട്ടലിലേക്ക് കൊണ്ടുപോകാനുള്ള വണ്ടി പുറത്ത് വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. കണ്ടാൽ ചെറിയൊരു വണ്ടിയാണെന്ന് തോന്നുമെങ്കിലും ഇതിൻ്റെ അകത്ത് 10-12 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ മലേഷ്യയിലെ കാഴ്ചകളൊക്കെ വണ്ടിക്കകത്തിരുന്ന് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ചെറിയൊരു പേടി എന്നിൽ ഉടലെടുത്തത്. എയർപോർട്ടിൽ നിന്നും 70-80 കിലോമീറ്റർ സ്പീഡിൽ നല്ല മാന്യമായിട്ട് വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് മെയിൻ റോഡ് കണ്ടപ്പോൾ ഒരു ഭാവമാറ്റം. പുള്ളി അടിച്ച് കത്തിച്ച് ഞങ്ങളെ നിമിഷ നേരം കൊണ്ട് ഹോട്ടലിൽ എത്തിച്ചു. ആ സ്പീഡ് വേണേൽ നിങ്ങൾക്ക് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ 3 വണ്ടിയിലായിട്ടാണ് ഹോട്ടലിലേക്ക് വന്നത്. അങ്ങനെ ഹോട്ടലിലൊക്കെ കയറി ഞങ്ങൾ ചെക്ക് ഇൻ ഒക്കെ ചെയ്തു. ഹോട്ടൽ കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ഹോട്ടൽ. അങ്ങനെ ഹോട്ടലിൽ ഞങ്ങളുടെ എല്ലാവരെയും ബാഗ് വെച്ചതിന് ശേഷമായിട്ട് ഒന്ന് നടന്നിട്ട് വരാമെന്ന് തീരുമാനിച്ചു. കൂട്ടത്തിൽ മലേഷ്യൻ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമല്ലോ. അങ്ങനെ നടന്ന് തപ്പി ഞങ്ങളൊരു ഹോട്ടൽ കണ്ടുപിടിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും ആ ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങളെല്ലാവരും പരസ്പരം കണ്ടും നോക്കിയിരുന്നു. കാരണം ഓർഡർ ചെയ്യേണ്ട ഫുഡിൻ്റെ പേര് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കാര്യങ്ങൾ കണ്ടു നിന്ന കടക്കാർക്ക് എന്തോ പന്തികേട് തോന്നി. ലാസ്റ്റിൽ അവർക്ക് കാര്യം മനസ്സിലായി. അവർ മെനു ഒക്കെ കൊണ്ടു തന്ന് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. കൂടെ വന്ന ആൾക്കാർ ഏതൊക്കെ ഫുഡാണ് ഓർഡർ ചെയ്തതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് താണ്ടത് ഈ വലിച്ചിട്ടും തീരാത്ത മാഗി വിത്ത് സൂപ്പ്. ഇത് മേടിച്ചിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. ഫുഡ് മേടിച്ച എല്ലാവർക്കും ചിലർക്ക് ഫ്ലോപ്പായി, ചിലർക്ക് സക്സസ് ആയി. ഈ വീഡിയോ ഇഷ്ടമായവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്